നിങ്ങൾ കറൻറ്റ്ലി വിൻഡോസ് 10-ലാണ്. നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് മേ ബി ഒരു എറർ വന്നേക്കാം. TPM ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ബൂട്ട് ഇല്ല, 4GB റാം വേണം, നിങ്ങൾക്ക് 2GB റാം ഉള്ളൂ, ഇങ്ങനെ 2-3 എറർ വന്നേക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. വിൻഡോസ് 11 എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആണ്, കുറച്ചും കൂടി പ്ലീസിംഗ് ആണ് യൂസ് വിൻഡോസ് 10 വെച്ച് കമ്പയർ നോക്കുമ്പോൾ. പിന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നമുക്ക് പുതിയൊരു ആപ്പ് സ്റ്റോർ വരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ വിൻഡോസ് 11 ഈസ് ദ ഫ്യൂച്ചർ ആക്ച്വലി. സപ്പോസ് ഈ 4GB റാം അല്ലെങ്കിൽ ഈ സെക്യൂർ ബൂട്ട് കേപ്പബിലിറ്റി എൽസ് TPM 2.0 ഇത് മൂന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക, യുവർ PC doesn't support Windows 11 because of so and so reasons, which is like TPM 2.0 അല്ലെങ്കിൽ മേ ബി സെക്യൂർ ബൂട്ട് ഇല്ല, അല്ലെങ്കിൽ 4GB റാം പോലും ഇല്ല. ഇങ്ങനത്തെ 2-3 എറർ വന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ ആവും. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫ്രഷ് ആയിട്ട് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ചെറിയൊരു അവയർനെസ് കൂടി തരാനായിട്ടാണ് ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ പഴയ സിസ്റ്റംസ് യൂസ് ചെയ്ത ആളാണെങ്കിൽ മേ ബി വിൻഡോസ് 8.1 7 യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കില്ല. ഇതെന്തിനാണ് മൈക്രോസോഫ്റ്റ് പുഷ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇങ്ങനെ സെക്യൂരിറ്റി പാച്ചസ് എന്തിനാണ് മൈക്രോസോഫ്റ്റ് പുഷ് ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡെയിലി ഓരോ മേ ബി വൈറസ് അല്ലെങ്കിൽ റാൻസം വെയർ, സ്പൈവെയർ, മാൽവെയർ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. സോ ഇത് നിങ്ങളുടെ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്, പ്രൊവൈഡഡ് യു ഹാവ് നോട്ട് അപ്ഡേറ്റഡ് യുവർ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയി വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ നമുക്ക് ആദ്യമായിട്ട് വിൻഡോസ് 11 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഞാൻ ജസ്റ്റ് സെർച്ച് ബാറിൽ വിൻഡോസ് 11 ഡൗൺലോഡ് ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ ഫസ്റ്റായിട്ട് വരുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റ് തന്നെയാണ്. ഈ സൈറ്റിനുള്ളിൽ കയറിയിട്ട് താഴെയായി നമുക്ക് ഈ വിൻഡോസ് 11 ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ISO ഫയൽ വെച്ചിട്ട് വേണം നമുക്കൊരു ബൂട്ടബിൾ മീഡിയം ഉണ്ടാക്കാൻ. അത് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് താഴേക്ക് പോവുക, എന്നിട്ട് സെലക്ട് ഡൗൺലോഡിനുള്ളിലായിട്ട് നിങ്ങൾക്ക് വേണ്ട വിൻഡോസ് 11 സിസ്റ്റം സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇത് ഏകദേശം ഒരു 5-6 GB വരും ഒരു ഫയൽ. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൂഫേഴ്സ് എന്ന സോഫ്റ്റ്വെയർ ആവശ്യം വരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സെക്ഷനേക്ക് വരുന്നുണ്ടാവുക. നമ്മൾക്ക് ഇതിനകത്തായിട്ട് ഈ സെലക്ട് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത വിൻഡോസ് 11 ISO ഫയൽ അത് ലൊക്കേറ്റ് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് താഴെ പോയിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതുപോലത്തെ സെക്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇല്ലാതെ പോയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇല്ലാതെ പോയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ്, 4GB റാം, സെക്യൂർ ബൂട്ട്, TPM 2.0 ഇത് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഈ 2-3 ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ബൂട്ടബിൾ മീഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ ആ USB, ഞാനിവിടെ എൻ്റെ USBയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലാപ്ടോപ്പ് ആ മീഡിയം വഴി ബൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം വിൻഡോസ് 11. ഈ റൂഫേഴ്സ് കൊണ്ടുള്ള ഇൻസ്റ്റലേഷൻ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട്. നിങ്ങൾ ആ ബൂട്ടബിൾ മീഡിയ വെച്ച് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വിൻഡോസ് 11 മേ ബി നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കീ അല്ലെങ്കിൽ ലൈസൻസ് കീ ഇല്ല എന്നുണ്ടെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് ആ പ്രൊഡക്റ്റ് കീ അല്ലെങ്കിൽ ലൈസൻസ് കീ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിൽ അത് ഉണ്ടായേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് kmspico എന്ന സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഇതിനകത്തായിട്ട് ടോക്കൺസ് അമർത്തി വിൻഡോസ് 11 എന്നുള്ള റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കീ കൊടുത്താൽ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ പുതിയ വിൻഡോസ് 11 സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. ഒരു 180 days ഓഫ് ടൈമിലേക്ക് ആക്ടിവേറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ 180 days കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്രയും കാലത്തേക്ക് വിൻഡോസ് ടോട്ടലി ആക്ടിവേറ്റ് ആയിരിക്കും. ഇത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം മാക്സിമം സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയർസും ഒരു ഇഷ്യൂയും കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.